അസ്സലാമുഅലൈക്കും ഗായ്സ്, technics യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ്, അഥവാ റിയൽമിയുടെ നാർസോ 50A എന്ന ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ അവൈലബിൾ ആയ ഒരു മോഡലും കൂടിയാണ്. നമുക്ക് ബോക്സ് ഒന്ന് ഫസ്റ്റ് പരിചയപ്പെടാം. ബോക്സിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് 1 ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നാർസോ 50A എന്നവർ സൈഡ് ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ നാർസോ എന്ന് വലിയൊരു ഫോണിൽ അവർ വെച്ചിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് നാർസോ ഒന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മറുഭാഗത്തും കാര്യങ്ങളിലൊക്കെ റിയൽമിയുടെ നാർസോ എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒന്ന് പരിചയപ്പെടാം. നാർസോ 50A എന്ന ഏറ്റവും മുകളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹീലിയ G85 ഗെയിമിംഗ് പ്രോസസ്സാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ 50 MB A1 ട്രിപ്പിൾ ക്യാമറ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ ക്വിക്ക് ഫാസ്റ്റ് ചാർജറും കൂടെ ഈ ഒരു ബോക്സിൽ നമുക്ക് വരുന്നുണ്ട്. ഇനി ബോക്സ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ 4GB റാമാണ് ഞാനിവിടെ ചൂസ് ചെയ്തത്. 4GB 64GB റോമിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ റിയൽമിയുടെ നാർസോ 50A എന്ന ഈ ഒരു മോഡലാണ് ഞാൻ ഇവിടെ ചോയ്സ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുകയെങ്കിൽ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഫോണിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ജസ്റ്റ് പിന്നും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് ടൈം ചെറിയൊരു ബോക്സിൽ നമുക്ക് റിയൽമിയുടെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ യൂസിങ് മാനുവലൊക്കെയാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. ജസ്റ്റ് അതൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് അകത്ത് ഈ ഒരു ബോക്സിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ സിം സ്ലോട്ട് തുറക്കാനുള്ള ഒരു പിന്നും കൂടെ ഇതിൽ വരുന്നുണ്ട്. സാധാരണ റിയൽമിയിലൊക്കെ വരുന്ന പോലത്തെ ഒരു സിം സ്ലോട്ടിൻ്റെ പിന്നാണ് ഈ ഒരു മോഡലിലും വരുന്നത്. ദെൻ ഈ കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. ദെൻ നമുക്ക് സ്മാർട്ട് ഫോണാണ് വരുന്നത്. ജസ്റ്റ് നല്ലൊരു കവറിങ്ങിലാണ് അവർ വെച്ചിരിക്കുന്നത്. ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. ദെൻ അടിഭാഗത്ത് നമുക്ക് ചാർജിങ് കേബിൾ, അതുപോലെ തന്നെ ചാർജിൻ്റെ അഡാപ്റ്റർ വരുന്നുണ്ട്. 18 വാൾട്ടിൻ്റെ ഒരു ചാർജിൻ്റെ അഡാപ്റ്ററാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കൂടെ ബോക്സിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോക്സിൽ നമുക്ക് ഒരു കേസ് അവർ ആഡ് ചെയ്തിട്ടുള്ള കേസും കൂടെ ആഡ് ചെയ്യാമായിരുന്നു എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ സി പോർട്ടിൻ്റെ ഒരു കേബിളാണ് ബോക്സിൽ വരുന്നത്. സാധാരണ ഇപ്പോൾ വരുന്ന എല്ലാത്തിലും ഒരു സി പോർട്ട് ടൈപ്പ് വരുന്നത് കൊണ്ട് സി പോർട്ടിൻ്റെ ആ ഒരു കേബിൾ തന്നെ ഈ ഒരു ബോക്സിലും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. തന്നെ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കേസ് അവർ ഈ ഒരു ബോക്സിൽ അവർ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സ്ക്രീൻ ഗാർഡും കാര്യങ്ങളൊന്നും ഇതിൻ്റെ കൂടെ ഇല്ല. ദെൻ നമുക്ക് ഈ ഒരു ഫോണൊന്ന് കവറൊന്ന് അയക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് റിയൽമി 50A എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ പറ്റും. നല്ല അടിപൊളി ഒരു ഡിസൈനും കാര്യങ്ങളും വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു റിയൽമി 50A കാണാൻ പറ്റും. ബാക്ക് ഭാഗത്ത് ഒക്കെ നല്ല പക്ക അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനും, അതുപോലെ തന്നെ സൈഡും കാര്യങ്ങളും നല്ല ഫിനിഷിങ്ങോട് കൂടിയ ഒരു വർക്ക് വരുന്ന ഒരു മോഡലും കൂടിയാണ് റിയൽമി നാർസോ 50A എന്ന ഈ ഒരു മോഡൽ. ഗൈസ്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. അതുപോലെ തന്നെ ബാക്ക് ഭാഗം വരുന്നത് പ്ലാസ്റ്റിക്കാണ്. 2 മോഡൽ ടൈപ്പായിട്ട് വരുന്ന ഒരു ഡിസൈനാണ് ഇതിന് വരുന്നത്. ഡുവൽ ബാക്ക് ഡിസൈനാണ് ഈ ഒരു മോഡലിന് വരുന്നത്. ഇനി ജസ്റ്റ് എല്ലാ കാര്യങ്ങളൊന്നും പരിചയപ്പെടുത്തണം. ഇതിൻ്റെ ട്രിപ്പിൾ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ കൂടെ ഒരു LED ഫ്ലാഷ് ലൈറ്റും വരുന്നുണ്ട്. തൊട്ടടിയിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റും കാണാൻ പറ്റും. ഫിംഗർ ഒരു വ്യത്യസ്തമായിട്ട് ഒരൊറ്റ ഇതിൽ തന്നെ അവർ ചെയ്തിട്ടായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറയിൽ 50 MB ഒരു ക്യാമറയും, അതുപോലെ തന്നെ 2 MB ഡുവൽ ക്യാമറയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു പാനലിന് തന്നെ നാർസോ എന്നും കാര്യങ്ങളൊക്കെ അവർ എഴുതിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് 3 ബട്ടണാണ്. 2 വോളിയം കൂട്ടാനും കുറക്കാനുള്ള ഒരു 2 ബട്ടൺ, അതുപോലെ തന്നെ ഒരു പവർ ബട്ടണാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സ്വിച്ചും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇതിൻ്റെ സിമ്മും കാര്യങ്ങളൊക്കെ ഇടാനുള്ള ഒരു സ്ലോട്ടാണ് കാണുന്നത്. ഡുവൽ സിമ്മും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇതിൽ വരുന്നത്.
ഇതുപോലെ നമുക്ക് ഡുവൽ സിമ്മും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. സാധാരണ വരുന്ന പോലത്തെ ഒരു ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഫോണിൻ്റെ അടിഭാഗത്ത് വരുന്നത് ഒരു ഇയർഫോൺ കുത്താനുള്ള ഒരു ഗ്യാപ്പും അതുപോലെ തന്നെ മൈക്ക്, അതുപോലെ തന്നെ സി പോർട്ടിൻ്റെ കേബിളിൻ്റെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ചാർജ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഒരു ഒരു സ്പീക്കറിൻ്റെ ബോക്സോ ഫോണിൻ്റെ ബോക്സും കാര്യങ്ങളാണ് ആ ഒരു ബാക്കിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ക ഫിനിഷിങ്ങോട് കൂടിയ ഒരു വർക്കുള്ള ഒരു മോഡലും കൂടിയാണ് ഈ റിയൽമിയുടെ നാർസോ 50A അവർ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് പവർ ഓണാക്കി നോക്കാം. ഗൈസ്, ഓണാക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും റിയൽമി, അതുപോലെ തന്നെ പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നൊക്കെ നമുക്ക് അടിയിൽ കാണാൻ പറ്റും. ആൻഡ്രോയിഡ് ഫോണാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതുപോലെ റിയൽമിയുടെ ഒരു ഐക്കണായിട്ട് റിയൽമി എന്ന് യെല്ലോ കളറിൽ നമുക്ക് യെല്ലോ ഷെയ്ഡിൽ കളറിലായിട്ട് ഓണാകുന്ന നമുക്ക് കാണാൻ പറ്റും. നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നമുക്ക് വരുന്നത്. നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നല്ല അടിപൊളി ഡിസ്പ്ലേ, അതുപോലെ തന്നെ ടച്ചും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തും പക്ക ഫാസ്റ്റായിട്ട് നമുക്ക് പവർ ഓൺ ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലും കൂടിയാണ്. വളരെ സിമ്പിൾ പ്രൈസിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എല്ലാം കൊണ്ടും ഒത്ത ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ റിവ്യൂ ഒക്കെ വരുന്നത് നല്ല സ്മൂത്ത് തന്നെയാണ്. പബ്ജി കൂടുതൽ ഹൈ ക്വാളിറ്റി 4GB റാമാണ് എങ്കിലും നമുക്ക് ഹൈ ടോപ്പിൽ കളിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ടുള്ള പബ്ജിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. ലാഗും ഹാങ്ങൊന്നും ഈ ഒരു മോഡൽ പബ്ജി കളിക്കുന്നതിൽ നമുക്ക് ഒരു ഡിഫറെൻ്റായിട്ട് പബ്ജിയിലും അങ്ങനെ ഇഷ്യൂസൊന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഏകദേശം ഒരു മാസത്തെ യൂസിങ്ങിന് ശേഷമുള്ള റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ വരുന്നത് 50 MB ആണ്. അതുപോലെ തന്നെ ഡുവൽ ക്യാമറ എക്സ്ട്രാ 2 MB രണ്ട് ക്യാമറയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് പരിചയപ്പെടുന്നത്. പക്ക നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്, നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്ക്രീൻ വരുന്നത് 6.5 ഇഞ്ചിലെ ഫുൾ സ്ക്രീനാണ് വരുന്നത്. അതുപോലെ തന്നെ HD+ ആണ്. ഫുൾ HD+ അല്ല ഈ ഒരു മോഡൽ വരുന്നത്, HD+ ഡിസ്പ്ലേ ആണ്. എങ്കിൽ നല്ല ഒരു IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ തന്നെ G85 സ്നാപ്ഡ്രാഗൺ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ അബൌട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഇത് ആൻഡ്രോയിഡ് 11 ആണ് ഈ ഒരു മോഡൽ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വേർഷനിൽ ആൻഡ്രോയിഡ് 11 ആണ് ഈ ഒരു മോഡൽ വരുന്നത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു 11 വേർഷൻ, ആൻഡ്രോയിഡ് 11 വേർഷനാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ്. 207 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു ഭാരം വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകതയാണ് 6000 mAh ബാറ്ററി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്ര 207 ഗ്രാമിൽ ഒതുങ്ങുന്ന ഒരു സിമ്പിളായിട്ട് നമുക്ക് തിക്നെസ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ റിയൽമി 50A എന്ന മോഡൽ. പക്ഷേ ഏകദേശം 6000 mAh വരുമ്പോൾ കൂടുതൽ ഗ്രാമും കാര്യങ്ങളും കൂടാറുണ്ട്. പക്ഷേ ഇതിനങ്ങനെ കൂടിയിട്ടൊന്നുമില്ല. ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇതിന് ഷുവറാണ് ഈ ഒരു മോഡലിന്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന് മെയിനായിട്ട് കാണിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് തന്നെ ഡിസൈനാണ്, ഡുവൽ ടൈപ്പ് ബാക്ക് ഡിസൈനാണ് വരുന്നത്. അതുപോലെ തന്നെ ഫിംഗറും കാര്യങ്ങളൊക്കെ ആ ഒരു ക്യാമറയുടെ പാനലിൽ തന്നെ ആ ഒരു ഫിംഗറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതുവരെ ഒരു ഫോണിലും വരാത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു 50A അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഒരു മോഡലും ഈ ഒരു ഡിസൈൻ, ഇത് ന്യൂ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ പക്ക അടിപൊളിയായിട്ടാണ് വരുന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ഇതിൻ്റെ മെയിനാണ് സ്മൂത്തും കാര്യങ്ങളുണ്ട്. നമുക്ക് നോർമൽ യൂസിങ്ങിനൊക്കെ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണും കൂടിയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഒരു നോർമൽ യൂസിങ്ങിന് പറ്റുന്ന നല്ലൊരു അടിപൊളി ഫോണാണ് ഈ ഒരു റിയൽമി 50A എന്ന ഈ ഒരു മോഡൽ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടച്ച് സ്മൂത്തും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഓൾറെഡി ഇതിന് ഒരു സ്ക്രീൻ ഗാർഡ് വെച്ചിട്ടുണ്ട് ഈ ഒരു ഫോണ്. പക്ഷേ ഒരു മാസത്തിന് ശേഷമുള്ള റിവ്യൂ ആണ് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഡിസ്പ്ലേ LCD ആയതുകൊണ്ട് തന്നെ IPS LCD ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ 50 MB ക്യാമറയും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ഉള്ള, അഥവാ
നമ്മൾ നല്ല ഹൈ പവർ ക്വാളിറ്റി ഒരിക്കലും ഉദ്ദേശിക്കരുതെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നതിൽ 50 MB എന്നുള്ള നിലയ്ക്ക് നല്ലൊരു നോർമൽ ക്യാമറ നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നതുകൊണ്ട് പുതിയൊരു മോഡൽ ഡിസൈൻ എന്നാണ് ഈ നാർസോ ഈ 50ൽ മെയിനായിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിംഗറും കാര്യങ്ങളൊക്കെ പക്ക ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് ഐ ഡി നല്ലൊരു നോർമൽ ഫാസ്റ്റായിട്ട് ഉള്ള ഒരു ഇത് തന്നെ വരുന്നത്. അതുപോലെ ഇതിൻ്റെ മറ്റു ലോക്ക് വരുന്നത് ഫേസ് ഐ ഡി, ഫിംഗർ, അതുപോലെ തന്നെ പാറ്റേൺ, പാസ്വേഡാണ്. പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് അതുപോലെ തന്നെ സിമ്പിളായിട്ട് നല്ല നിലയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലായിട്ടാണ് വരുന്നിരിക്കുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. റിയൽമിയുടെ നാർസോയുടെ 50A എന്ന ഈ ഒരു മോഡൽ. അപ്പോൾ ഗൈസ്, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ അവൈലബിൾ ആയ ഒരു മോഡലും കൂടിയാണ്. അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ ക്വിക്ക് ചാർജർ കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 25 MB ഫാസ്റ്റ് ചാർജർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു മോഡലിന്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.